നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിട്ടും ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരനാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ആ വിധി പ്രസ്താവിച്ചത്. വിധി വരുമ്പോഴും പ്രോസിക്യൂഷൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവർ എന്തിനാണ് നടിയെ ആക്രമിച്ചത്? ഇവർക്ക് നടിയുമായിട്ട് എന്താണ് ബന്ധം? നടിയെ മാത്രം എന്തിന് ലക്ഷ്യം വെച്ചു? ആർക്ക് വേണ്ടിയാണ് ഇവർ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കും വിധി വന്ന ശേഷവും ഉത്തരമില്ല എന്നുള്ളതാണ് പൊതുസമൂഹം പറയുന്നത്. ഈ വിധി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. വിധി കേട്ട ശേഷവും കോടതിയിൽ നിന്ന് പുറത്തു വന്ന ദിലീപിനെ ആരവങ്ങളോടെയാണ് ആരാധകർ വരവേറ്റത് എന്ന്. കോടതിക്ക് മുന്നിൽ ലഡുവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്ന ആരാധകരെയും നമുക്ക് കാണേണ്ടി വന്നു. ലൈംഗിക അതിക്രമണത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ 8.5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുന്നത്. ദിലീപ് ഉൾപ്പെടെയുള്ള കേസിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. പൾസർ സുനി 1ാം പ്രതിയായിരുന്നു. മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, എച്ച് സലീം, അതായത് വടിവാൾ സലീം എന്നറിയപ്പെടുന്ന ആൾ, പ്രദീപ്, ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. നടൻ ദിലീപ് 8ാം പ്രതി, സനൽകുമാർ അതായത് മേസ്തിരി സനിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി 9ാം പ്രതി, 7ാം പ്രതി ചാർലി, ദിലീപ്, സുഹൃത്ത് ശരത് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്കും ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കലിനും തെളിവില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബലാത്സംഗം, ഗൂഢാലോചന, മാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം, അന്യായമായിട്ടുള്ള തടങ്കൽ, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കലിന് കൂട്ടുന്നതും ദിലീപിന്റെ സുഹൃത്ത് ജി ശരത് 10ാം പ്രതിയാണ്. 2017 ഫെബ്രുവരി 17 അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി വിധി വന്നിരിക്കുന്നു. ദിലീപിനോട് കൂറ് പ്രഖ്യാപിച്ചവരും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഇപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിലീപിന് ഇപ്പോൾ എന്തായാലും അവസരം ലഭിച്ചിരിക്കുന്നു പുറത്തിറങ്ങുവാനും. കുറ്റക്കാരനല്ല എന്ന് പറയുന്നതോടുകൂടി പരമാവധി ശക്തിയോടുകൂടി തിരിച്ചു കയറുവാനുള്ള ശ്രമം. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരും കൂറ് പ്രഖ്യാപിച്ചവരും, ദിലീപിന് വേണ്ടി കൂറ് പ്രഖ്യാപിച്ചവരും ഒക്കെ നമ്മൾ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. അമ്മ എന്ന താരസംഘടനയ്ക്ക് പിന്നിൽ ഒന്നിച്ചണിനിരുന്ന സിനിമാ താരങ്ങൾ 2 ചേരിയായി മാറുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കേസിൽ ദിലീപ് 8ാം പ്രതിയായി മാറിയതോടുകൂടി കണ്ടത്. താരസംഘടന തലപ്പത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ള പ്രബല വിഭാഗം ദിലീപിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരുന്ന കാഴ്ചകൾ തുടക്കം മുതൽ കണ്ടു. അതേസമയം നീതിക്കായിട്ട് ശബ്ദമുയർത്തിയ താരസംഘടനയിൽ ഒരു വിഭാഗം നിലപാടെടുത്തതോടെ അമ്മ പിളരുമെന്ന രീതിയിലായി ചർച്ച. ആദ്യഘട്ടത്തിൽ അതിജീവിതയ്ക്കായിട്ട് ശബ്ദമുയർത്തിയവർ പോലീസിന് നൽകിയ മൊഴി വിചാരണ വേളയിൽ മാറ്റിക്കൊണ്ട് ഇവരിൽ പലരും ദിലീപിനോടുള്ള കൂറ് ഊട്ടിയുറപ്പിച്ചു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറുപക്ഷത്ത് അതിക്രമം നേരിട്ട അതിജീവിതയ്ക്കൊപ്പം അചഞ്ചലം നിലയുറപ്പിച്ച ഏതാനും താരങ്ങൾ ഉണ്ടായി എന്നതായിരുന്നു അമ്മയിൽ നിന്നും ദിലീപിന്റെ പുറത്താകലിൽ കലാശിച്ച സംഭവം പറയുന്നത്. മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി, പത്മപ്രിയ ഇവരെല്ലാവരും നടിക്കൊപ്പം നിലയുറപ്പിച്ച പ്രമുഖരാണ്. ഈ നടിമാർ WCCയുടെ രൂപീകരണത്തിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിച്ചപ്പോൾ പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും സംഘടനയ്ക്കും അകത്തും പുറത്തും കോടതിയിലും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി. നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് താരസംഘടന ട്രഷറായിരുന്ന ദിലീപ് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടന എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് നടത്തിയ സംഗമത്തിൽ ദിലീപും സംസാരിച്ചു. പിന്നീടാണ് ദിലീപ് സംശയ നിഴലിലേക്ക് വരുന്നതും കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലാകുന്നതും. തുടക്കം മുതൽ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സംഘടനയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവർ സ്വീകരിച്ചിരുന്നത്. ഇതോടെ പൃഥ്വിരാജ് അടക്കമുള്ള ഒരു വിഭാഗം യുവതാരങ്ങൾ ദിലീപിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് നിലപാട് സംഘടനയ്ക്കുള്ളിൽ ഉയർത്തുകയും ചെയ്തു. ആദ്യമൊക്കെ ദിലീപിന് വേണ്ടി ഉറച്ചു നിന്നുവെങ്കിലും അറസ്റ്റ് നടന്നതോടെ സകല പ്രതിരോധവും പൊളിഞ്ഞ് ഭാരവാഹികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെയാണ് താരത്തെ പുറത്താക്കുവാൻ സംഘടന തീരുമാനിക്കുന്നത്. പിന്നെ നടന്നത് ചരിത്രമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് താനും. എന്നാൽ ഇപ്പോൾ വിധി വരുമ്പോൾ നടിക്ക് നീതി ലഭിച്ചില്ല എന്ന പ്രതിഷേധവും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വീണ്ടും ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. വെറുതെ വിട്ടത് ശരിയല്ല എന്നും ഇത് നീതികേടാണ് എന്നും അവരുടെ മക്കൾക്കോ സഹോദരിക്കോ ഇതേ അവസ്ഥ ഉണ്ടായാൽ മാത്രമേ അതിന്റെ വേദന മനസ്സിലാകൂ എന്നുകൂടി ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്. ഇവർ പറയും പോലെ നീതി ലഭിച്ചത് ആർക്കാണ്?
ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്, സംശയമില്ലാത്തതാണ്. അത് എന്ന് പറയപ്പെടുന്നത് എന്തിന്, ആർക്കു വേണ്ടി? ഈ ചോദ്യങ്ങൾ ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവർ പറയുന്ന പോലെ ചില ചോദ്യങ്ങൾ ഇവരുടെ ഉറക്കം കെടുത്തുകയാണ്. അതിലൊന്നാമത് എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന ചോദ്യങ്ങളാണ്. ഈ നടന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആര് പറഞ്ഞിട്ട് വേണ്ടിയിട്ടായിരുന്നു, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഈ ചോദ്യങ്ങളെല്ലാം ബാക്കിയാകുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം.